1991 ഡിസംബർ 8 അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിലെ പാതിരാ കുർബാന മധ്യേ ബെറ്റാനിയയിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു. വെനസ്വേലയിലെ സിയയിലുള്ള ഫിൻക ബെറ്റാനിയ മരിയൻ ദേവാലയത്തിൽ ചാപ്ലൈനായിരുന്ന ഫാദർ ഒ.ടി. ഒസ അരിസ്റ്റസബാൽ, ഫാദർ ഗ്വില്ലർമോ പെദ്രോൺ എന്നിവരായിരുന്നു കാർമ്മികർ. സംഭവത്തെപ്പറ്റി ഫാദർ ഒ.ടി. ഒസ വിവരിക്കുന്നത് ഇങ്ങനെ: 4 മുറിച്ച തിരുവോസ്തിയുടെ ഒരു ഭാഗം ഞാൻ ഉൾക്കൊണ്ട ശേഷം ഞാൻ മാറ്റിവെച്ച തിരുവോസ്തിയുടെ ശേഷിച്ച ഭാഗങ്ങൾ നോക്കിയപ്പോൾ എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഒന്നിൽ ഒരു ചുവന്ന രക്തസാമ്യമുള്ള അടയാളം ഞാൻ കണ്ടു. അതിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ബഹിർഗമിക്കാൻ ആരംഭിച്ചു. മുറിവിൽ നിന്നും രക്തം പുറത്തേക്ക് വരുന്നതിന് സമാനമായിട്ടായിരുന്നു ദ്രാവകം പുറപ്പെട്ടത്. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ പ്രസ്തുത തിരുവോസ്തി സുരക്ഷിതമായി ദേവാലയ സക്രാരിയിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ തിരുവോസ്തി നോക്കാൻ ചെന്നു. അപ്പോഴും രക്തം ഒഴുകുന്നുണ്ടായിരുന്നതായി കണ്ടെത്തി. അല്പസമയത്തിന് ശേഷം രക്തം ഉണങ്ങിത്തുടങ്ങി. 1991 വന്ന ആ രക്തം പുതുമ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. വിചിത്രമായ ഒരു വസ്തുത, ഇത്രയും നേർത്ത തിരുവോസ്തിയുടെ ഒരു വശത്ത് മാത്രമാണ് രക്തമുള്ളത് എന്നതായിരുന്നു. തിരുവോസ്തിയുടെ ഉള്ളിൽ നിന്നും ഒരു വശത്തേക്ക് പ്രവഹിക്കുന്ന രീതിയിലായിരുന്നു രക്തപ്രവാഹം. 1976 പരിശുദ്ധ മറിയം മരിയ എസ്പെരൻസയ്ക്ക് നൽകിയ പ്രത്യക്ഷീകരണങ്ങളെ തുടർന്ന് തീർത്ഥാടക പ്രവാഹത്തെ ആകർഷിച്ചിരുന്ന പ്രസ്തുത ദേവാലയത്തിൽ എത്തിയിരുന്ന തീർത്ഥാടകർ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയും വൈദികന്റെ ശരീരത്തിൽ മുറിവുകളില്ലെന്ന് ഉറപ്പാക്കുകയും തിരുവോസ്തിയിൽ കണ്ട രക്തം അത്ഭുത രക്തമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതേപ്പറ്റി ശാസ്ത്ര പഠനങ്ങൾ നടത്തുകയുണ്ടായി. ലോസ് ടെക്സിലെ ബിഷപ്പ് റെവറൻ പിയോ ബെല്ലോ റിക്കാർഡോയാണ് തിരുവോസ്തിയിലെ രക്തം പരിശോധനകൾക്ക് വിധേയമാക്കാൻ നടപടി സ്വീകരിച്ചത്. ഡോക്ടർ ഡേസി കാനിസിൽസ് ഗവേഷണ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. ഗവേഷകരുടെ പ്രധാന കണ്ടെത്തലുകൾ ഇവയായിരുന്നു: തിരുവോസ്തിയിലെ രക്തവും പുരോഹിതന്റെ രക്തവും രണ്ടാണ്. തിരുവോസ്തിയിലേത് മനുഷ്യരക്തമാണ്. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘങ്ങൾ AD 750 ലാൻചനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിലും ടൂറിൻ തിരുക്കച്ചയിലും കണ്ടെത്തിയ AB പോസിറ്റീവ് വിഭാഗത്തിൽപ്പെട്ട രക്തത്തോട് പ്രസ്തുത രക്തസാമ്പിളും അത്ഭുതകരമായ സാമ്യം പുലർത്തുന്നു. 3 വ്യത്യസ്ത പഠനങ്ങൾ തിരുവോസ്തിയിലെ രക്തപ്രവാഹത്തെ അത്ഭുതം എന്ന് സ്ഥിരീകരിച്ചു. 1992 ഫെബ്രുവരിയിൽ മോൺസിഞ്ഞോർ പിയോ ബെല്ലോ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഫിൻക ബെറ്റാനിയയിലെ തിരുവോസ്തിയിലെ രക്തപ്രവാഹം എന്ന അത്ഭുത പ്രതിഭാസം മതിയായ ആധികാരിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത്ഭുത വസ്തുതയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലോസ് ടെക്സിലെ അഗസ്റ്റീനിയൻ റീകളക്ട് സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് സന്യാസിനികൾക്ക് ബിഷപ്പ് അത്ഭുത തിരുവോസ്തിയുടെ സംരക്ഷണ ചുമതല ഭരമേൽപ്പിച്ചു. യേശുവിന്റെ രൂപാന്തരീകരണ ചാപ്പലിൽ 2011 മുതൽ പ്രസ്തുത തിരുവോസ്തി ഇന്നോളം ഒരു മാറ്റവുമില്ലാതെ നിത്യാരാധനയിൽ വണക്കത്തിലുണ്ട്. 1998 നവംബർ 12 അഗസ്റ്റീനിയൻ മഠത്തിൽ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. അത്ഭുത തിരുവോസ്തി നേരിൽ കണ്ട് ആരാധിക്കാനെത്തിയ തീർത്ഥാടക സംഘത്തിനൊപ്പം ന്യൂജേഴ്സിയിൽ നിന്നും വന്ന ഡാനിയൽ ജെ സാൻഫോർഡ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: 1998 നവംബർ 12 ലോസ് ടെക്സിലെ അഗസ്റ്റീനിയൻ സന്യാസിനിമാരുടെ ചാപ്പലിൽ ബെറ്റാനിയയിലെ അത്ഭുത തിരുവോസ്തി കണ്ട് വണങ്ങുന്നതിനായി പ്രാർത്ഥനാ ഗ്രൂപ്പിനൊപ്പം ഞാൻ തീർത്ഥാടനത്തിന് പോയി. ഞങ്ങളുടെ ആത്മീയ പിതാവായ ഫാദർ മസറല്ല ആയിരുന്നു ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചത്. ബലിയർപ്പണത്തിന് ശേഷം അദ്ദേഹം അത്ഭുത തിരുവോസ്തി സൂക്ഷിച്ചിരുന്ന സക്രാരി തുറന്നു. അത്ഭുതാവഹമായ ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. തീജ്വാലകളുടെ നടുവിൽ തിരുവോസ്തി നിലകൊള്ളുന്നതും അതിന് നടുവിലായി രക്തമൊലിക്കുന്ന തുടിക്കുന്ന ഒരു ഹൃദയവും ഞാൻ കണ്ടു. ഏകദേശം 30 സെക്കൻഡുകൾ ഞാനിത് ദർശിച്ചു. അതിന്റെ കുറച്ചു ഭാഗം എനിക്ക് എന്റെ വീഡിയോ ക്യാമറയിൽ പകർത്താനായി. ശേഷം തിരുവോസ്തി സാധാരണ നിലയിലായി. ക്യാമറയിൽ പകർത്തിയ വീഡിയോ ഈ അത്ഭുതത്തിന് സാക്ഷ്യമായി നിലകൊള്ളുന്നു. രക്തത്തോടുകൂടിയ തിരുവോസ്തിയും തിരുവോസ്തിയിൽ ജ്വലിക്കുന്ന ഹൃദയം തുടിക്കുന്ന വീഡിയോയും ശാസ്ത്രലോകത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായി പരിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ അടയാളമായി ഇന്നും
തുടരുന്നു.